നമ്മുടെ എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നമ്മുടെ കേരള ജോഗ്രഫിയിൽ ഇതുവരെ നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടും അല്ലെങ്കിൽ എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടെല്ലാം വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് അതായത് നിങ്ങൾക്ക് ആ ഒരു ബേസിക് അറിയാമെന്നുണ്ടെങ്കിൽ എന്താണ് എത്ര ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. എന്നാൽ പോലും എന്താണ് ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കേരള ജോഗ്രഫിയിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സിലബസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മുടെ സിലബസ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അതെന്തായാലും എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയതിനെക്കുറിച്ചുള്ള അറിവ്. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. പക്ഷേ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ ബേസ് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ട്വിസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റും വളരെ എളുപ്പമായിട്ട് ആ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ കേരളീയർക്ക് എന്താണ് സിമ്പിളായിട്ട് ലോജിക്കലി അല്ലെങ്കിൽ എന്താണ് ജനറൽ നോളജ് പോലെ തന്നെ അറിയാൻ പറ്റുന്ന ഒരു ആൻസറാണ്. നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീര സമതലം എന്നാണ്. നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്നവർക്കറിയാം നമ്മുടെ ഈ പറയുന്ന പടിഞ്ഞാറൻ തീരപ്രദേശവും അതുപോലെ തന്നെ കിഴക്കൻ തീരപ്രദേശമൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് മലബാർ തീര സമതലം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ മലബാർ എന്നൊക്കെ പറയില്ല, അപ്പോൾ മലബാർ തീര സമതലം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ നാഷണൽ വാട്ടർവേ 3 കേട്ടോ. നാഷണൽ വാട്ടർവേ 3 നമ്മുടെ കേരളത്തിലെ എന്താണ് ദേശീയ ജലപാതയാണ്. അതുപോലെ തന്നെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ NW3 കണക്ട് ചെയ്യുന്നത് എവിടേക്കാണ്? കൊല്ലം കോട്ടപ്പുറമാണ് കേട്ടോ. ഏതാണ്? കൊല്ലം കോട്ടപ്പുറമാണ് NW3 കണക്ട് ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കൊല്ലം കോഴിക്കോട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷനായിട്ട് കോഴിക്കോടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതും എന്ത് തന്നെയാണ്, ശരിയാണ്. കൊല്ലം കോട്ടപ്പുറം എന്ന് പറയുന്ന നമ്മുടെ NW3 എന്താണ് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ കോഴിക്കോട് ആൻസറിൽ വന്നാലും എന്താണ് അത് ശരിയായൊരു ആൻസറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നമ്മൾ തടാകങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് എന്ത് നമ്മുടെ ആ ഒരു കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടി, പിന്നെ പൂക്കോട്, അതുപോലെ തന്നെ മേപ്പാടി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ ബേസിക് ക്വസ്റ്റ്യൻ ആണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. നമുക്കറിയാം വയനാടാണ്. വയനാട് ജില്ലയിലാണ് നമ്മുടെ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ എടുത്ത് പറയുന്നില്ല, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കാനുള്ളതാണ്. അപ്പോൾ പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. ഇനി പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് കേട്ടോ. സൈലൻറ്റ് വാലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിയാണ് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. അതുപോലെ തന്നെ ഏക കന്യാവനം, മഴക്കാട്, ഇങ്ങനെ എല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജല വൈദ്യുത നിലയം ഏതാണ്? വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ തന്നെ സിമ്പിളും ബേസിക്കും ആണ്. നമുക്കറിയാം ഏതാണ്? മൂലമറ്റമാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജല വൈദ്യുത നിലയം എന്ന് പറയുന്നത് മൂലമറ്റമാണ്. പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? നമുക്കറിയാം എന്താണ് ചൂർണി എന്നും പൂർണ്ണ എന്നും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നത് ഏതിനെയാണ്? നമ്മുടെ പെരിയാറിനെയാണ്. അതുപോലെ തന്നെ ബാരിസ് എന്നുള്ള പേരും എല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്.
ഓരോ നദികളെയും വിശേഷിപ്പിക്കുന്ന മറ്റ് പേരുകളുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ പെരിയാറാണ് എന്നുള്ള കാര്യം മെമ്മറിയിൽ വെക്കുക കേട്ടോ. ഇനി 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണൈകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സംഘ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കേരള ബേസിക്സ് പഠിക്കുമ്പോൾ പറയില്ലേ, സമുദ്രനിരപ്പിൽ നിന്നും അടിസ്ഥാനമാക്കിയിട്ട് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഭൂപ്രകൃതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ സംഘ കാലഘട്ടത്തിൽ 5 നമ്മൾ ഭൂപ്രകൃതിയെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ 5 പാർട്സിനെയാണ് നമ്മൾ തിണൈകൾ എന്ന് പറയുന്നത്. ഐന്തിണൈകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ 5 തിണൈകൾ എപ്പോഴും ചോദിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് കടൽ തീരം കേട്ടോ. അതായത് നെയ്തൽ എന്ന് പറയുന്നത് എന്തിനെയാണ്? നമ്മുടെ കടൽ തീരത്തെയാണ്. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളൂ. ബാക്കി തിണൈകളുടെ പേരൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. സോ നെയ്തൽ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കടൽ തീരത്തെയാണ് കേട്ടോ. എന്തിനെയാണ്? കടൽ തീരത്തെയാണ് നെയ്തൽ എന്നത് സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇത് കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാം, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് എല്ലാം ചോദിക്കാവുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഏതാണ്? നമ്മുടെ വയനാടാണ് കേട്ടോ. ഏതാണ്? വയനാട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് കേട്ടോ. ഏതാണ്? വയനാടാണ്. ഇനി ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻറ്റ് ബൾബ് ഫ്രീ രഹിത പഞ്ചായത്ത് കേട്ടോ. ആദ്യത്തെ ഫിലമെൻറ്റ് ബൾബ് ഫ്രീ രഹിത പഞ്ചായത്ത് ഏതാണ്? നമ്മുടെ പീലിക്കോടാണ്. ഓപ്ഷൻ എ പീലിക്കോടാണ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. എന്താണ്? നമ്മുടെ ആദ്യത്തെ ഫിലമെൻറ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? നമ്മുടെ പീലിക്കോടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭവാനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? നമ്മുടെ കാവേരിയുടെ പോഷക നദിയാണ് കേട്ടോ. ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? നമ്മുടെ കാവേരി കേട്ടോ. നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് പറയാറുള്ളത്, കബനി, ഭവാനി, പാമ്പാർ അല്ലേ. ഇത് 3ഉം എന്തിൻ്റെ പോഷക നദിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കാവേരി നദിയുടെ പോഷക നദിയാണ്. അല്ലെങ്കിൽ ഈ 3ഉം എവിടെ പോയി ചേരുന്നുണ്ട്? കാവേരി നദിയിൽ പോയി ചേരുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭവാനി കാവേരി നദിയുടെ പോഷക നദിയാണ്. ഇനി സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി പാലക്കാട് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. നമ്മുടെ 5 ദേശീയോദ്യാനത്തിൽ 4ഉം ഇടുക്കിയിലാണ്. ഒരെണ്ണം മാത്രമാണ് നമ്മുടെ പാലക്കാട് ഉള്ളത്. അത് നമ്മുടെ സൈലന്റ് വാലിയാണ്. ഇനി നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. ഇതും നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പാലക്കാട് ചുരം അല്ലേ. പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. അതുപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്ന ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാടും കോയമ്പത്തൂരും കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പാലക്കാട് ചുരം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളമാണ് കേട്ടോ. ഏതാണ്? എറണാകുളമാണ് വ്യാവസായിക തലസ്ഥാനം. അപ്പോൾ സാംസ്കാരിക തലസ്ഥാനം ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തേ. ഏതാണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? യെസ്, ഏതാണ്? തൃശ്ശൂരാണ് അല്ലേ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? അത് തൃശ്ശൂരാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ശാസ്താംകോട്ട തടാകമാണ് കേട്ടോ. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? നമ്മുടെ ശാസ്താംകോട്ട. അതായത് തന്നിരിക്കുന്നതിൽ നമ്മുടെ ശാസ്താംകോട്ട തടാകമാണ്. എന്നാൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ SCERTയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7.5 താഴെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ തീരപ്രദേശമാണ് അല്ലേ. എന്താണ്? തീരപ്രദേശമാണ്. ഇനി 7.5 അതുപോലെ തന്നെ 75 ഇടയിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് നമ്മുടെ ഇടനാടാണ്. അതുപോലെ 75 മുകളിലാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്?
നമ്മുടെ മലനാടാണ്. അപ്പോൾ ഇവിടെ 7.5-നും 75-നും ഇടയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടനാടാണ്. ഓപ്ഷൻ ബി ഇടനാട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുക അല്ലേ, ഏതാണ്? നമ്മുടെ ശാസ്താംകോട്ട തടാകമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ഇനി ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? നമ്മുടെ വേമ്പനാട്ട് കായലാണ് അല്ലേ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായലാണ്. അപ്പോൾ വേമ്പനാട്ട് കായലിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയുന്ന ഫാക്ട്സ് ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, വേമ്പനാട്ട് കായൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഓരോ ടോപ്പിക്ക് പറയുമ്പോഴും നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാവുന്ന ഫാക്ട്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഓക്കെ, സോ നമ്മുടെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? ഏതാണ് ഇല്ലാത്ത ജില്ല? താഴെ തന്നിരിക്കുന്നതിൽ വയനാട് അല്ലേ. ബാക്കി 3 ജില്ലകളിലും നമുക്ക് എന്താണ്, റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്, റെയിൽവേ ഉണ്ട്. അപ്പോൾ വയനാട് ജില്ലയിലാണ് റെയിൽവേ ഇല്ലാത്തത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല നമ്മുടെ വയനാടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിൻ്റെ ദേശീയ ജലപാത, വീണ്ടും വന്നിരിക്കുകയാണ് ആ ക്വസ്റ്റ്യൻ. NW3 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഞാൻ SCRTയുടെ ആ ഒരു ചാപ്റ്റർ എടുത്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ടതാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം, അതുപോലെ തന്നെ ഈ ഒരു മൺസൂൺ എന്ന് പറയുന്നത്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഓപ്ഷൻ സി തുലാവർഷം എന്നുള്ള പേരിലാണ് എന്ത്, നമ്മുടെ കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്നത് തുലാവർഷം എന്നുള്ള പേരിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ച വർഷം. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ NW3യും പിന്നെ ഈ പറയുന്ന റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ബാക്കിയൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ഈ വരുന്നത് പോർട്ടുകളാണ്, അതായത് നമ്മുടെ വിഴിഞ്ഞം, അതുപോലെ തന്നെ നീണ്ടകര, ഇങ്ങനെയുള്ള പോർട്ടുകളാണ് പിന്നെ ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ച വർഷം 1861 കേട്ടോ. ഏത് വർഷമാണ്? 1861. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത നമുക്കറിയാം, ഏതാണ്? ദേശീയ ജലപാത 3 അല്ലേ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. എന്താണ് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്? നോക്കിക്കേ. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. അപ്പോൾ അതെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് വേണ്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അതെന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ് അല്ലേ. സപ്തഭാഷാ സംഗമ ഭൂമി, അതുപോലെ തന്നെ ഏറ്റവും നദികൾ ഒഴുകുന്ന ജില്ല എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരളത്തിലെ ഏക കൺട്രോൺമെൻറ്റ് ഏതാണ്? കണ്ണൂരാണ്. അപ്പോൾ അതും എന്താണ്? ശരിയായ ആൻസർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് എന്ത്, നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കേട്ടോ. കായലുകളെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിക്കുന്നത്. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. അതെന്താണ്? തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നമ്മൾ പഠിക്കാറുണ്ടല്ലേ, പുന്നാര നെഹ്റു എന്നുള്ള കോഡ് വെച്ചിട്ടാണ് നമ്മളത് പഠിക്കാറുള്ളത്. അപ്പോൾ പുന്നമട കായലിലാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇനി നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അതും നമുക്ക് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി
2ഉം 3ഉം ആണ് അല്ലേ. ഓപ്ഷൻ സി 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലനിരകളാണ്. 244 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് എന്ന്. അപ്പോൾ അതെന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാറും മുതിരപ്പുഴയും. അതെന്താണ് തെറ്റാണ് അല്ലേ. അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്, പക്ഷെ പോഷക നദികൾ എന്താണ് തെറ്റാണ്. ഇത് നമ്മുടെ പെരിയാറിൻ്റെ പോഷക നദികളാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലൂടെയാണ് പമ്പ ഒഴുകുന്നത്. പമ്പ വേമ്പ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ്. അപ്പോൾ നമ്മുടെ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം അല്ലേ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. പാത്രക്കടവ് വെള്ളച്ചാട്ടം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? കുന്തിപ്പുഴയാണ് അല്ലേ. പാത്രക്കടവ് പദ്ധതിയാണെങ്കിലും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? കുന്തിപ്പുഴയാണ്. ഏത് ദേശീയോദ്യാനമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനമാണ്. കാരണം ഈ ഒരു സൈലൻറ്റ് വാലി എന്താണ്? സൈലൻറ്റ് വാലിയിൽ നമ്മുടെ കുന്തിപ്പുഴ ഒഴുകുന്ന ഈ ഒരു പാത്രക്കടവ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്താണ് ഈ ഒരു പാത്രക്കടവ് പദ്ധതി വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതും. അത് നമ്മുടെ സൈലൻറ്റ് വാലിയുടെ ആ ഒരു ജൈവ വൈവിധ്യത്തെ എഫക്റ്റ് ചെയ്യുമെന്നുള്ള റീസൺ കൊണ്ട് തന്നെയാണ് നമ്മുടെ സൈലൻറ്റ് വാലി പിന്നീട് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അല്ലേ. ആര് പ്രഖ്യാപിച്ചു? ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത്. അപ്പോൾ പാത്രക്കടവ് പദ്ധതി അല്ലെങ്കിൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുന്തിപ്പുഴയും സൈലൻറ്റ് വാലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണൂരാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മാംഗ്രോവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഞ്ചിക്കോടാണ് കേട്ടോ. ഏറ്റവും വലുതാണെങ്കിലും അതുപോലെ തന്നെ ആദ്യത്തെ ആണെങ്കിലും കഞ്ചിക്കോടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ് നമ്മുടെ കഞ്ചിക്കോട് കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് അല്ലേ. ഇത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കാരണം തെറ്റായ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആനമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ആനമുടിയുടെ ഉയരവും അതുപോലെ തന്നെ നമ്മളെ ഇരവിക്കുളം ദേശീയോദ്യാനമായിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ തന്നിരിക്കുന്നതിൽ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. സോ തന്നിരിക്കുന്നതിൽ പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. ഇനി പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാരതപ്പുഴ അറബിക്കടലിൽ ചെന്ന് ചേരുന്നത് പൊന്നാനി എന്ന് പറയുന്നത്, അതായത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഇത് നമ്മുടെ പൊന്നാനി തുറമുഖം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഭാരതപ്പുഴയുമായിട്ട് റിലേഷൻ ഉള്ളതാണ്. ഇനി കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ കേട്ടോ. ഇനി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഹവാലം കുരങ്ങാണെങ്കിൽ അത് റിലേറ്റഡ് ടു സൈലൻറ്റ് വാലിയാണ്. വരയാടുകളാണെങ്കിൽ അത് എന്ത് റിലേറ്റഡ് ആണ്? ഇരവിക്കുളമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇരവിക്കുളത്താണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്താണ്? നീലഗിരി താറ് അല്ലേ.
നീലഗിരി താറിനെ സംരക്ഷിക്കുന്നത് ഏത് ദേശീയോദ്യാനമാണ്? നമ്മുടെ ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വേമ്പനാട്ട് കായലിനെ പറ്റിയുള്ള ഫാക്ട്സ് ഒക്കെ പറയാനല്ലേ. അപ്പോൾ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് എന്ത്? വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ ഇതെന്താണ്? പുന്നമട കായൽ എന്നുള്ള രീതിയിലൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, നമ്മൾ നദികൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മുടെ പെരിയാറാണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയത് നമ്മുടെ പെരിയാറാണ്. രണ്ടാമത്തെ നമ്മുടെ ഭാരതപ്പുഴയാണ്. മൂന്നാമത്തെ പമ്പയാണ്. നാലാമത്തെ ഏതാണ്? ചാലിയാറാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കടൽ തീരമുള്ളത്? കണ്ണൂരാണ് അല്ലേ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം ഏതാണ്? കുമരകം അല്ലേ. ഓപ്ഷൻ എ കുമരകമാണ് പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതെന്താണ്? നമ്മുടെ SCERTയിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. SCERTയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കൊടുങ്ങരപ്പള്ളം പുഴയെ പറ്റിയിട്ട് അല്ലേ. കൊടുങ്ങരപ്പള്ളം പുഴ എന്താണ്? 4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയിരുന്നു. ഇപ്പം അത് നീരൊഴുക്ക് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഭവാനിപ്പുഴയിൽ പോയിട്ടാണ് ചേരുന്നത് അല്ലേ. സോ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന രീതിയാണ് നമ്മുടെ ഹരിത ഗൃഹ കൃഷി. ഇതും എന്താണ്? SCERTയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് SCERTയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ എന്താണെന്നും കൃത്യത കൃഷി എന്താണെന്നും ഹൈഡ്രോപോണിക്സ് എന്താണെന്നും എല്ലാം കൃത്യമായിട്ട് SCERTയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് ഹരിത ഗൃഹ കൃഷി എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല വീണ്ടും ചോദിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് അറിയാം? പാലക്കാട് ജില്ലയാണ്. ഇനി ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയിലെ. നേരത്തെ നമുക്ക് പാമ്പാറ ആൻസർ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പം അതെന്താണ്? കബനി നദിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഇതും SCERTയിൽ തന്നിരിക്കുന്നതാണ്. ചിങ്ങം 1 കേട്ടോ. ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ്? ചിങ്ങം 1 ആചരിക്കുന്നത്. ഇനി ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട കായൽ എവിടെയാണ്? കൊല്ലത്താണ് അല്ലേ. ഏറ്റവും വലിയ എന്താണ്? ശുദ്ധജല തടാകമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചേറ്റുവ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? നമുക്കറിയാം കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത് അല്ലേ. ഏതാണ്? 4 അവസാനം വന്നത് ഏതാണ്? കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നത് ഏതാണ്? നമ്മുടെ കൊച്ചിനാണ് അല്ലേ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ 2 പോയിന്റ് കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, അതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇനി കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 580 കിലോമീറ്റർ ആണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 580 ശരിയാണ്. അതുപോലെ തന്നെ 590. അപ്പോൾ ഇവിടെ 580 പകരം 590 തന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 580 അല്ലെങ്കിൽ 590 കിലോമീറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? കർണാടകയാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് കേരളം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് ആരുണ്ട്? നമ്മുടെ അറബിക്കടലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കിഴക്ക് ഭാഗത്ത് ആര് പോകുന്നുണ്ട്? നമ്മുടെ പശ്ചിമഘട്ടം കേട്ടോ, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ആരുണ്ട്? തമിഴ്നാട്. അതായത് നമ്മുടെ എന്താ പറയുക, തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ തമിഴ്നാടുണ്ട്. അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് ആരുണ്ട്? നമ്മുടെ കർണാടകയുണ്ട്. സോ ആ ഒരു ബോർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം, നമ്മൾ പക്ഷി സങ്കേതത്തിൽ പഠിക്കുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അതാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലേ. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നുകൂടെ അറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇനി മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ്റ്റർ വീവർ എന്നല്ല, വീവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തുന്നൽ അല്ലേ. അപ്പോൾ അത് വെച്ച് ഓർത്ത് വെച്ചാൽ മതി. വീവിങ് എന്ന് പറഞ്ഞാൽ തുന്നലാണ്. അപ്പോൾ എന്താണ് മാസ്റ്റർ വീവർ സമ്പ്രദായം? എന്താണ്? കൈത്തറിയാണ് കേട്ടോ. എന്താണ്? കൈത്തറിയാണ് മാസ്റ്റർ വീവർ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയാണ് കേട്ടോ, ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. ഇനി പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ ഏതിലാണ്? നമ്മുടെ മുതിരപ്പുഴയിലാണ് കേട്ടോ. പള്ളിവാസൽ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷത്തിലാണ്? 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് കേട്ടോ. ഏത് വർഷമാണ്? 1972. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങളെ NHകൾ കൃത്യമായിട്ട് പഠിക്കണം. NHകൾ അത് ചുരങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ NH 744 ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം കൊല്ലമാണ് കേട്ടോ. എന്താണ്? തിരുമംഗലം കൊല്ലം കണക്ട് ചെയ്യുന്ന NH ആണ് NH 744. ഇനി കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? നമുക്കറിയാം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളം വരുന്നത്? 1.18% എന്നുള്ള കാര്യം കൂടിയും ഓർത്ത് വെക്കുക. അപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് കോർപ്പറേഷനാണ്? കണ്ണൂരാണ് കേട്ടോ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണൂരാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഇടുക്കിയിൽ ചിന്നാറാണ് അല്ലേ. നമ്മുടെ കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ചിന്നാറാണ്. അപ്പോൾ ഏറ്റവും മഴ കുറവ് ആയിട്ട് ലഭിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ചിന്നാറാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, കേരളത്തിൻ്റെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? അതെപ്പോഴാണ്? ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ്. അപ്പോൾ വേനൽക്കാലം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും മാർച്ച് തൊട്ടിട്ടാണെന്ന്, പക്ഷേ SCERTയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫെബ്രുവരി മധ്യത്തോടു കൂടിയാണ് വേനൽക്കാലം ആരംഭിക്കുന്നത്. സോ എന്താണ്? ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേനൽക്കാലം എന്ന് പറയുന്നത് ഫെബ്രുവരി മധ്യം തൊട്ടിട്ട് മെയ് വരെയാണ് നമ്മുടെ ആ ഒരു വേനൽക്കാലം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷിപാതാളം വയനാടാണ്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ്മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? AD 1859 അല്ലേ. 1859 ജെയിംസ് ഡറഗും ഹെൻറി സ്മെയിലും ആണ് കേട്ടോ. ആരൊക്കെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ജെയിംസ് ഡറഗ് എന്നാണ് ഒരു വ്യക്തിയുടെ പേര്. പിന്നെ ഹെൻറി സ്മെയിൽ എന്നുള്ളതാണ് മറ്റൊരു വ്യക്തി. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത് നമ്മുടെ ഡറസ്മെയിൽ എന്ന് ഈ രണ്ട് പേരാണ് കേട്ടോ. ഡറക്സ്മെയിൽ എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴയിലെ നമ്മുടെ ആദ്യത്തെ കയർ ഫാക്ടറി 1859 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് അല്ലേ. ടൂറിസത്തെ വ്യവസായമായിട്ട് എന്താണ് അംഗീകരിച്ചിരിക്കുന്നത്? നമ്മുടെ കേരളമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. എത്രയാണ്? 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ അല്ലെങ്കിൽ എന്താണ്
നമ്മുടെ ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് മണിയാറാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കുത്തുങ്കൽ പദ്ധതിയും ഉള്ളുങ്കൽ പദ്ധതി കേട്ടോ. അവ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത 85 ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? കൊച്ചി 20 പോയിന്റ് ആണ് കേട്ടോ. കൊച്ചി 20 പോയിന്റിനെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ, അതായത് NH 85 കണക്ട് ചെയ്യുന്നത് കേട്ടോ. NH 85 കണക്ട് ചെയ്യുന്നത് കൊച്ചി 20 പോയിന്റ് ആണ് കേട്ടോ. ഇനി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? മഞ്ചേശ്വരമാണ് കേട്ടോ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? അത് മഞ്ചേശ്വരം പഞ്ചായത്താണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. കേരളത്തിൻ്റെ ഏറ്റവും വലുത്, ചെറുത്, അതുപോലെ വടക്കേ അറ്റത്തുള്ള നദി, വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്, കോർപ്പറേഷൻ, അതുപോലെ തന്നെ എന്താണ് താലൂക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? അപ്പം നമ്മൾ നേരത്തെ കേരളത്തിൻ്റെ ആ ഒരു വിസ്തീർണം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ എത്ര ശതമാനമാണ്? 1.18% അല്ലേ? 1.18% ഇത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലേ? ഇന്ത്യയുടെ എത്ര ശതമാനമാണ്? 1.18. ഇനി കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? അത് കുണ്ടറയിലാണ് അല്ലേ? കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കുണ്ടറയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ളത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചാലിയാറിൻ്റെ തീരത്താണ്. നമ്മുടെ ആ ഒരു നിലമ്പൂർ, അതുപോലെ തന്നെ ചാലിയാറിൻ്റെ തീരത്തുള്ള സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിദത്തമായിട്ടുള്ള സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ പെഡോളജി എന്ന് പറയുന്നത്. എന്താണ് മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ? പെഡോളജി എന്ന് പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ചിറ്റൂരിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ അല്ലേ, പഞ്ഞി ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കറുത്ത മണ്ണിലാണ്. ചുവന്ന മണ്ണിന് ചുവപ്പ് നൽകുന്നതാണ് അയൺ ഓക്സൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പം മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? വരയാടാണെങ്കിൽ അത് ഇരവിക്കുളം, സിംഹവാലൻ കുരങ്ങാണെങ്കിൽ അത് സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലിയിലാണ് നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഏതാണ്? തനിമയും കൃതികയും കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. ഏതാണ്? തനിമയും കൃതികയും എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ്? നീണ്ടകരയാണ് കേട്ടോ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് ഏതാണ്? നമ്മുടെ നീണ്ടകരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, ചാലിയാറിൻ്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ളത്. ഇതിൽ തന്നിരിക്കുന്നതിൽ നിലമ്പൂരാണ് അല്ലേ? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം നിലമ്പൂർ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. നേരത്തെ നമ്മൾ പാലക്കാട് ചുരം പറഞ്ഞു അല്ലേ? എന്താണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണെന്ന് പറഞ്ഞിരുന്നു. അതിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണെന്ന്. അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ മലനാട്, ഇടനാട് പറയുമ്പോൾ നമ്മൾ പറയും മലനാട് എത്ര ശതമാനമാണ്? 48%. 42% ഇടനാടാണ്. 10% എന്താണ്? തീരപ്രദേശമാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രദേശം ഏതാണ്? അത് നമ്മുടെ മലനാടാണ് കേട്ടോ. മലനാടാണ് ഏറ്റവും കൂടുതലുള്ള വലിയ ഭൂമേഖല. ഇനി ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? നമ്മുടെ പൊന്നാനി കനാലാണ് കേട്ടോ. ഏതാണ്? പൊന്നാനി കനാലാണ്. മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കനാലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ പൊന്നാനി കനാലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴ പെയ്യുന്ന വേനൽ മഴ എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മാംഗോ ഷവർ അല്ലേ? എന്താണ്? കേരള, കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളിൽ വൈകിട്ട് ഇടിമിന്നലോട് കൂടി പെയ്യുന്ന മഴയെ മാംഗോ ഷവർ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അതിൻ്റെ പേര് വന്നത്? മാമ്പഴം പൂക്കാൻ പെട്ടെന്ന് സഹായിക്കുന്ന ഒരു കാറ്റുകൂടെയാണല്ലേ അത്. അപ്പോൾ അങ്ങനെയാണ് അതിന് മാംഗോ ഷവർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്.
പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ലൂ ആണ് കേട്ടോ. ലൂ കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളമാണ്, രണ്ടാമത്തെ ഏതാണ്? സൈലന്റ് വാലി ആണ് അല്ലേ. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ഇരവിക്കുളമാണ്, രണ്ടാമത്തെ സൈലന്റ് വാലിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം പെരിയാർ വന്യജീവി സങ്കേതം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. KSEB സ്ഥാപിതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? 1957 മാർച്ച് 31 കേട്ടോ. എപ്പോഴാണ്? 1957 മാർച്ച് 31 KSEB സ്ഥാപിതമായത്. ഓർത്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ കാറ്റാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏറ്റവും ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ സുരക്ഷിതവുമായുള്ള ഊർജ്ജം ഏതാണ്? കാറ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരത്തെ കമലേശ്വരത്താണ് കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം വരുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരത്താണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഇനി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. നേരെ മറിച്ച് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ആരാണ്? നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു സിംഹവാലൻ കുരങ്ങ് റിലേറ്റഡ് ടു സൈലന്റ് വാലിയിൽ. അപ്പോൾ സൈലന്റ് വാലിയിലാണ് ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഇരവിക്കുളം, സൈലന്റ് വാലി. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാനുള്ളതാണ്. നമ്മുടെ നീലഗിരി താറാണെങ്കിൽ അത് ഇരവിക്കുളമാണ്, സിംഹവാലൻ കുരങ്ങുകളാണെങ്കിൽ നമ്മുടെ സൈലന്റ് വാലിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്. ഈ സെയിം സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും എല്ലാം ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയും ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.